ഈ വർഷം പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട മലയാള സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ചിത്രത്തിന് വൻ സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. 243 കോടിയോളം കളക്ഷൻ നേടി ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മഞ്ഞുമൽ ബോയ്സ് മാറുകയായിരുന്നു. എന്നാൽ അതിനു പിന്നാലെ വലിയ വിവാദങ്ങളാണ് സിനിമയെ ചുറ്റിപ്പറ്റി ഉടലെടുത്തത്. അതോടെ മഞ്ഞുമലിന്റെ ദൗർഭാഗ്യവും തുടങ്ങുകയായിരുന്നു എന്ന് പറയാം. മഞ്ഞുമലും മലയാള സിനിമാ രംഗവും ഒരു ഓളത്തിൽ നിൽക്കെയാണ് നിർമ്മാണ തലത്തിലെ വഞ്ചനകൾ പുറത്തു വന്നത്. പറവ ഫിലിംസിന്റെ ബാനറിൽ നടൻ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത്. ഇവരുടെ കൂട്ടായ്മയിലേക്ക് 7 കോടി രൂപയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശിയായ സിറാജ് വലിയതുറ ചേരുകയായിരുന്നു. അതായത് സിനിമയുടെ മുടക്ക് മുതലിന്റെ 1/3 സിറാജാണ് നൽകിയത് എന്ന് അർത്ഥം. കളക്ഷൻ അനുസരിച്ച് ലാഭവിഹിതം നൽകാം എന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. സിറാജിന്റെ പരാതി ആദ്യം എത്തിയപ്പോൾ സിനിമയുടെ വിജയം മുതലെടുക്കാനുള്ള നീക്കമാണ് എന്ന് വിമർശിക്കപ്പെട്ടു. എന്നാൽ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയ എറണാകുളം സബ് കോടതി ഷോൺ ആന്റണിയുടെ അക്കൗണ്ട് ആദ്യം മരവിപ്പിച്ചു. മരട് പോലീസിനോട് അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അത് കഴിഞ്ഞ് സമീപിച്ചു. ഹർജിയിൽ പോലീസ് നൽകിയ ആ റിപ്പോർട്ട് ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയതായിരുന്നു. പണം മുടക്കിയ സിറാജിനെ സൗബിൻ അടക്കമുള്ളവർ പല വാക്കുകളും നൽകി ബോധപൂർവം വഞ്ചിക്കുകയായിരുന്നു എന്ന സൂചനയാണ് പോലീസ് റിപ്പോർട്ടിൽ ഉള്ളത്. പിന്നാലെ ഇഡിയുടെ ഇടപെടൽ. മഞ്ഞുമലിന്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണ് എന്നാണ് ഇഡിക്ക് ലഭിച്ച വിവരങ്ങൾ. തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചു എന്നാണ് പരാതി. തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിനു പിന്നിൽ എന്ന ആരോപണവും ഉണ്ട്. കള്ളപ്പണം പറവ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പറയുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇഡി കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡ് നടത്തുകയുണ്ടായി. ഷോൺ ആന്റണിയിൽ നിന്ന് 2 തവണ മൊഴിയെടുക്കുകയും ചെയ്തു. സൗബിനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. ഇതിനായി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതോടെ നിർമ്മാതാക്കൾക്കെതിരെ കേസിന് പുറമേ കേസ് എന്ന ഒരു സ്ഥിതിയായിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സ് വഞ്ചന കേസിന്റെ പശ്ചാത്തലത്തിൽ സമാനമായ പല ആക്ഷേപങ്ങളും സിനിമാ രംഗത്ത് അവിടെ ഇവിടെയായി ഉയർന്നു വരികയാണ്. ഇതോടെ പല നിർമ്മാതാക്കളും ഈ ഇഡി അന്വേഷണം മരവിപ്പിക്കുന്നതിനായി, ഇത് മറച്ചുവെക്കുന്നതിനായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇഡി അടക്കം പല ഏജൻസികളും ഇവരുടെ പിന്നാലെയുണ്ട്. സിനിമയിലെ അനധികൃത ഇടപാടുകൾക്ക് താൽക്കാലികമായെങ്കിലും ഒരു കടിഞ്ഞാൺ വീഴുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.